നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, നമുക്ക് ഈ സീരിയലുകളിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് പ്രേംകുമാർ പറഞ്ഞിട്ടുണ്ട്. പ്രേംകുമാർ മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് സിനിമകളിൽ നായക കഥാപാത്രത്തെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. 1-2 സിനിമകളിൽ നായക കഥാപാത്രത്തെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേംകുമാർ. ഇപ്പോൾ അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഒരു അഭിപ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എന്തു വേണമെങ്കിലും ഷൂട്ട് ചെയ്ത്, ഞാൻ പറയുന്ന സീരിയലുകൾക്ക് മാത്രമല്ല, ഈ ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും സെൻസർഷിപ്പ് ആവശ്യമാണ്. കാരണം ഈ ടെലിവിഷനും അതോടൊപ്പം തന്നെ സിനിമകളും എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. കാരണം ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ട്രെൻഡുകൾ സെറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഫാഷൻ സങ്കല്പത്തെ, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ ജീവിത സങ്കല്പത്തെയൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കുന്നതാണ് ഈ സിനിമയ്ക്കും അതോടൊപ്പം തന്നെ സീരിയലുകൾക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എത്രത്തോളം ആളുകൾ പറഞ്ഞാലും സിനിമയും സീരിയലും ഒന്നും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സ്വാധീനം ചെലുത്തില്ല എന്ന് പറഞ്ഞാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, സിനിമയിലും സീരിയലും വരുന്ന ഫാഷനുകൾക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും ബോട്ടിക്കുകളിലും ജെൻസ് വെയർ ഷോപ്പുകളിൽ വരെ ഡ്രസ്സുകൾ എത്തുക, അല്ലെങ്കിൽ ഡ്രസ്സുകളുടെ ഫാഷൻ സ്റ്റൈലുകൾ എത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തെ ചിത്രീകരിക്കുന്ന ഒരു സീരിയലും മലയാളത്തിലെ ഒരു ടെലിവിഷനിലും സംപ്രേഷണം ചെയ്യുന്നില്ല. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോരുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുക്കുന്ന മരുമകൾ, മരുമകൾക്ക് വിഷം കൊടുക്കുന്ന അമ്മായിയമ്മ, അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങൾ, ഇതൊന്നുമല്ലെന്ന് ഈ കേരളത്തിലെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്. കേരളത്തിലെ ആളുകൾ കുറച്ചുകൂടിയൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി ജീവിക്കുവാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അവർക്കിടയിലേക്ക്, കാരണം എനിക്ക് തോന്നുന്നു ഈ സീരിയലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന സാധാരണ വീട്ടമ്മമാരാണ്. അതായത് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഭാര്യമാർ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഭാര്യമാരും പിന്നെ കുട്ടികളും ഒക്കെയാണ്, അല്ലെങ്കിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളൊക്കെയാണ് സാധാരണ ഈ സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീരിയലുകളിൽ ഈ ജീവിതവുമായി യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ ഒരുത്തന്നെ തലയ്ക്കകത്ത് എഴുന്നള്ളി വരുന്ന കാര്യങ്ങൾ ഇരുന്നങ്ങോട്ട് എഴുതി വിടുവാണ്. അപ്പോൾ അതിൽ പറയുന്ന ഡയലോഗുകൾക്ക് അർത്ഥങ്ങളില്ല. അതോടൊപ്പം തന്നെ എന്താ പറയുക, കാരണം ജീവിതവുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ, പക്ഷെ അതിനകത്ത് ആകാംക്ഷ കുത്തിത്തിരികെ കയറ്റിവെക്കുന്നുള്ളതാണ് സീരിയലിൻ്റെ പ്രത്യേകത. പണ്ടത്തെ മംഗളത്തിലെ നോവലുകളെ പോലെ, മനോരമയിലെ നോവലുകളെ പോലെ ഒക്കെയാണ് ഇത്. അപ്പോൾ ഇത് ശരിക്കും അപകടകരമാണ്. സമൂഹത്തിൽ വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ സീരിയലുകളും അതോടൊപ്പം തന്നെ ചില റിയാലിറ്റി എന്റർടൈൻമെന്റ് ഷോകളും എന്ന് പറയാതിരിക്കാൻ. തീർച്ചയായിട്ടും റിയാലിറ്റി ഷോകൾക്കും എന്റർടൈൻമെന്റ് ഷോകൾക്കും അതോടൊപ്പം തന്നെ സീരിയലുകൾക്കും സെൻസർഷിപ്പ് അനിവാര്യമാണ് എന്നുള്ളതിൽ എനിക്ക് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിപ്പാണുള്ളത്. ഞാൻ നേരെ തിരിച്ച് അഭിപ്രായക്കാരനാണ്. ഇപ്പൊ സിനിമയ്ക്ക് പോലും സെൻസർഷിപ്പ് പാടില്ല എന്ന് വാദിക്കുകയും ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വലിയ കടന്നുകയറ്റമാണ്. ഇപ്പോൾ കത്രികപ്പെടുത്തു വന്ന് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ഭാഗങ്ങളും വെട്ടിമാറ്റി മറ്റൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കൂ എന്നൊക്കെ പറയുന്ന ഒരു രീതി തന്നെ തെറ്റാണ്. ഇപ്പോൾ ലോകത്തിൽ പല രാജ്യങ്ങളിലും സിനിമയൊക്കെ വലിയ ഇൻഡസ്ട്രിയായി വളർന്ന പന്തലിച്ച് നിൽക്കുന്ന പല രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സെൻസർഷിപ്പുകളില്ല. ഇപ്പോൾ സീരിയലുകൾ മാത്രമല്ല, ഇപ്പം നമുക്കറിയാം OTT പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരുപാട് ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നിരവധിയായ പരമ്പരകൾ വരുന്നുണ്ട്. ഇപ്പം 10 എപ്പിസോഡും 12 എപ്പിസോഡൊക്കെയുള്ള നിരവധിയായ പരമ്പരകൾ വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ആളുകൾ ആഘോഷപൂർവ്വം അത് കാണുന്നുണ്ട്. വലിയ ഇൻഡസ്ട്രി ആയത് അത് മാറിയിരിക്കും. നമ്മളിപ്പോൾ ടെലിവിഷൻ പരമ്പരയുടെയൊക്കെ കാലം ഇനി കഴിയാൻ പോവാണ്. അധികകാലം ഈ ടെലിവിഷൻ പരമ്പരകളെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പ്രേംകുമാർ എന്നുള്ള നടൻ പറയുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പ്രേംകുമാർ ഇപ്പം അത് പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ രഞ്ജിത്ത് മാറിയതിന് ശേഷം ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ഇപ്പോൾ ഇത്തവണ ചെയർമാനായിട്ട് ഉള്ള ചുമതലയിലാണ് അദ്ദേഹം. ഇപ്പം ഈ ഡിസംബർ 13-ാം തീയതി ഈ IFFK ആരംഭിക്കുകയാണ്. അപ്പോൾ IFFK ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെയൊരു അഭിപ്രായം ഇപ്പം പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണം. ഇപ്പം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് തന്നെ
നിരവധി ടെലിവിഷൻ താരങ്ങളും അതുപോലെ തന്നെ സിനിമാ താരങ്ങളും ഒക്കെ പ്രേംകുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പം ഇതിൽ വേഷം ഉണ്ടോ എന്ന് വെച്ചാൽ വേഷം ഉണ്ടെങ്കിൽ നമ്മളത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സീരിയലുകൾ കാണണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. സീരിയലുകൾ ആവശ്യമുള്ള ആൾ മാത്രം കണ്ടാൽ മതി. അപ്പോൾ അല്ലാത്തതിന് നമുക്ക് എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ട്, TV പ്രോഗ്രാമുകൾ പലതും ഉണ്ട്. ഇതിന് നിയന്ത്രണം ഉണ്ടാക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ അപജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന കുടുംബങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വയം നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരു സെൻസർഷിപ്പിലൂടെ ഇത് പ്രത്യേകിച്ചിട്ടും ഈ സെൻസർ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ എപ്പിസോഡും എടുത്ത് തൊട്ട് വിറ്റേന്നോ അല്ല അതിൻ്റെ വിറ്റേന്നൊക്കെ കൊണ്ട് സെൻസർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്ന സെൻസർ സിസ്റ്റം വെച്ചിട്ട് നടപ്പിലാവില്ല. ഇപ്പം വേൾഡ് ക്ലാസിക്കുകളൊന്നും സെൻസർ ചെയ്താണല്ല. ഞാനിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പനാജിയിൽ ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പം ആ പല രാജ്യത്തുനിന്നും വരുന്ന ചിത്രങ്ങളൊന്നും ഇത്തരത്തിലുള്ള സെൻസർഷിപ്പുകളിലൂടെ വന്ന ചിത്രങ്ങളല്ല. അതുകൊണ്ട് ആ ചിത്രങ്ങളെല്ലാം മോശമാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പം ഈ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന പല സിനിമകളിലും പല ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ നമ്മുടെ സമൂഹത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ സ്വയം തീരുമാനിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ഇതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിളിന് പൈസ കൊടുത്തിട്ടാണ് ഞാൻ TV കാണുന്നത്. കാരണം ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്രമുഖമായിട്ടുള്ള ഏത് എന്റർടൈൻമെന്റ് ചാനൽ ആയിക്കോട്ടെ, ഞാൻ പണം കൊടുത്തിട്ടാണ് ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോൾ OTT ആയാലും ശരിയാണ്, അല്ലാതെ നമ്മുടെ കേബിൾ വഴിയുള്ളതാണെങ്കിലും ശരിയാണ്. പണം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലുകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള കണ്ണീർ സീരിയലുകളിലേക്ക് അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തെ തന്നെ അപജയപ്പെടുത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയൊക്കെ അംഗീകരിക്കുന്നു. എല്ലാവർക്കും ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മൃഗത്തെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതറിയാമോ? ഒരു പട്ടിയെ സംബന്ധിച്ചിട്ട് പട്ടിക്ക് ഏത് പൊതുനിരത്തിൽ നിന്നും അവന് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഒരു പൊതുനിരത്തിൽ നിന്ന് അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനും ആ മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥകൾ വരും. അതായത് പൊതുനിരത്തിൽ നിന്നൊരു പായ വിരിച്ചു കിടന്ന് എന്തും തോന്നിവാസവും കാണിക്കാം എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. പക്ഷെ മറിച്ച് അതിനപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരാണും പെണ്ണും ഒരുമിച്ചൊരു ബെഞ്ചിലിരിക്കുന്നതിനെയോ അല്ലെങ്കിൽ ആണും പെണ്ണും ഒരുമിച്ച് അർദ്ധരാത്രിക്ക് ചായ കുടിക്കാൻ പോകുന്നതിനെയോ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനെയോ ഇതിനെ ഒന്നും ആരും എതിർക്കുന്നില്ല. അതിനെ ഒന്നും എതിർക്കപ്പെടാനും പാടില്ല. പക്ഷേ മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അതല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന പൊതുസമൂഹം സഞ്ചരിക്കുന്ന പൊതുനിരത്തുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ അവിടെയൊക്കെ ഇവരുടെ കാമചേഷ്ടകൾക്ക് വിധേയമാക്കുന്ന ചില അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വാദിക്കുന്ന ഒരു രീതിയാണ് ടെലിവിഷനിൽ എന്തുമാകാമെന്ന്. ടെലിവിഷനിൽ അങ്ങനെ എന്തുമാകാൻ സാധിക്കത്തില്ലെന്നേ. കാരണം ഇവിടുത്തെ കൊച്ചുകുട്ടികൾ വളർന്നു വരുമ്പോൾ ഇപ്പൊ സെക്ഷൽ വിദ്യാഭ്യാസമൊക്കെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ എന്താണ് സെക്സ് എന്ന് മനസ്സിലാകുന്ന സമയത്ത് അവനത് കൊടുക്കാനും പാടുള്ളൂ. അതല്ല 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായിട്ട് ഞാൻ ടെലിവിഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന രംഗങ്ങൾ, ഈ കണ്ണുനീരും അമ്മായിയപ്പൻ മറ്റേ മരുമോൾക്ക് ആയിട്ടുള്ള അവിഹിത ബന്ധം അല്ലെങ്കിൽ മരുമോൾ അമ്മായിമ്മയ്ക്ക് വിഷം കൊടുക്കുന്നത് അല്ലെങ്കിൽ അമ്മായിമ്മ മരുമോൾക്ക് വിഷം കൊടുക്കുന്നതൊക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ അബോധ മനസ്സിലേക്ക് കടന്നുകൂടുന്ന ഇതുപോലുള്ള ചീഞ്ഞ ചിന്തകളാണ്. അതിനെയാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കുട്ടികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇത്തരം സീരിയലുകൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ കുട്ടികൾ അങ്ങനെ ഉണർന്നിരിക്കും എന്ന് പറയാൻ പറ്റും നമുക്ക്. കാരണം ആ സീരിയൽ നിങ്ങൾ കാണണ്ട, ആ കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം തകർക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ കണ്ടന്റ് കാണണ്ട. രാവിലെ വൈകിട്ട് 6:30 തുടങ്ങി 9 മണി വരെ ഈ മറ്റേ പ്രധാനപ്പെട്ട ഇപ്പൊ മലയാളത്തിൽ തന്നെ ചാനൽ എടുത്ത് പറയാം, ഏഷ്യാനെറ്റ്, സൂര്യ, അതോടൊപ്പം തന്നെ സി മലയാളം, ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിനെ കുറിച്ച് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ഉണ്ട് നമുക്ക് വിചാരിക്കും. പക്ഷെ മറിച്ച് മറ്റ് ചാനലുകളിൽ മുഴുവൻ ഇത് കണ്ണുനീർ സീരിയലുകളാണ്. കാരണം സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഒരു ആള്, ഞാൻ ഈ അടുത്ത ദിവസം ഒരു സ്ക്രോള് കണ്ടതാണ്. ഒരാൾ വിവാഹം കഴിച്ച് ഹോട്ടലിൽ എത്തുന്നു, തൊട്ടുപുറകെ കാമുകി മറ്റേ പഴയ കാമുകി എത്തുന്നു. കാമുകി എത്തിയിട്ട് ചൊറിയണം വാരി. ഇതൊക്കെ എന്തുവാണ്? ജീവിതവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം വേണ്ടേ? അവിഹിതങ്ങളൊക്കെ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു അമ്മായിയമ്മ മരുമോൾക്ക് വിഷം കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേ മരുമോൾ അമ്മായിപ്പിന് വിഷം കൊടുക്കുന്നു, അല്ലെങ്കിൽ അമ്മായിപ്പിനുമായിട്ട് അവിഹിതം. ഇതൊക്കെ ഈ കേരള സമൂഹത്തിലെ 1%
കോടിയിൽ 1%, കോടിയിൽ ഒരാളുണ്ടാവാം. ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കോടിയിൽ ഒരാളുണ്ടാവാം. ജീവിതത്തിൽ കോടിയിൽ ഒരാളുണ്ടാവാം. ഫിക്ഷനാണ്. ഈ ഫിക്ഷനിൽ അങ്ങനെ പലതും സംഭവിക്കും. ഞാൻ ഈ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, പ്രേംകുമാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പ്രേംകുമാർ അതിന് മുൻകൈ എടുക്കട്ടെ, സർക്കാർ അതിന് മുൻകൈ എടുക്കട്ടെ. ഇപ്പൊ കേന്ദ്ര സർക്കാരും ഈ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനലടക്കം OTT ചാനലടക്കം എല്ലാ ചാനലുകളിലും ഇത്തരത്തിലുള്ള പിന്നെ സമൂഹത്തിന് വിരുദ്ധമായ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടേണ്ടതെന്നുള്ള ചർച്ച തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയും. എന്തുകൊണ്ടാണ് അതിലേക്ക് വരാൻ പറ്റാത്തത്? അതിന്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. നമ്മളൊന്നും അറിയാത്ത രീതിയിൽ തന്നെ ഇത്തരം സാധനങ്ങളൊക്കെ പല ഇതിലും വരുന്നുണ്ട്, പല പ്ലാറ്റ്ഫോമുകളിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രേംകുമാർ എന്ന നടൻ യഥാർത്ഥത്തിൽ ഈ ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ രംഗത്തേക്ക് വന്നത്. അദ്ദേഹം നമുക്കറിയാം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ വലിയ രീതിയിലൊക്കെ വിജയം നേടിയിട്ടൊക്കെ വന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം നാടകം തിരഞ്ഞെടുക്കാതെ സീരിയലും സിനിമയും തിരഞ്ഞെടുത്തത്? അപ്പൊ അദ്ദേഹത്തിന് എനിക്കിതിനകത്ത് വേറൊരു അഭിപ്രായം എന്താ അറിയാമോ, ഈ സീരിയലുകൾക്ക് ഒക്കെ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന പാറ്റേൺ ഇതായിരിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തിരക്കഥ റെഡിയാകുമല്ലോ. ഈ തിരക്കഥ ഓരോ ദിവസവും ഈ തിരക്കഥയ്ക്കാണ് സെൻസർഷിപ്പ്. ഇത് സിനിമയ്ക്കാണെങ്കിലും തിരക്കഥ ഉണ്ടാക്കുന്നത്, സീരിയലുകളുടെ പരമ്പരകളുടെ തിരക്കഥ ഉണ്ടാക്കുന്നത് 1 മാസം 2 മാസം ഇരുന്നിട്ടല്ലെന്ന്. അതാ ഇപ്പൊ നാളെ ഷൂട്ട് ചെയ്യേണ്ട സാധനം ഇന്ന് എഴുതി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിനൊക്കെ പലതിനെയൊക്കെ റേറ്റിങ്ങിനൊക്കെ വെച്ച് പരസ്യക്കാരുടെ പിന്നെ റേറ്റിംഗ്, ഇത് എത്രത്തോളം ആളുകളുടെ വ്യൂവർഷിപ്പിനെ ബാധിക്കുന്നത്, എവിടെയെങ്കിലും കുറഞ്ഞു പോയാലും വലിയ കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു ഏരിയ എന്നുള്ള നിലയിൽ തന്നെ ഈ സീരിയലുകളൊക്കെ എഴുതി ഉണ്ടാക്കുന്നത് പലപ്പോഴും വിജയിക്കാൻ വേണ്ടിയുള്ള ഫോർമുലകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ പാറ്റേൺ മൊത്തം പൊളിച്ചു കളയട്ടെ. എന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കട്ടെ, ഇവര് ഇങ്ങനെ എഴുതേണ്ടത്. അങ്ങനെയൊക്കെ നടക്കുമോ? ആവിഷ്കാര സ്വാതന്ത്ര്യം. അതുകൊണ്ട് നമ്മൾ ഇതിൽ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് ഇപ്പൊ സിബി ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അതായത് കുട്ടികൾക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ശരിയായിരിക്കാം, ഞാൻ അതിലൊന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ഇതിന് സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ വലിയ തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പർവ്വതീകരിച്ച് പറയുമ്പോഴും ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് സ്വയം നിയന്ത്രിക്കുക എന്നുള്ള എഴുത്തുകാരനും അതുപോലെ തന്നെ സംവിധായകനും അല്ലെങ്കിൽ സീരിയൽ പ്രവർത്തകരൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ. ഇപ്പോൾ സിനിമാ നയം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ഒരു സീരിയൽ നയം കൂടി ഉണ്ടാക്കട്ടെ. ഇതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് മറ്റൊരു കാര്യം, നമ്മൾക്ക് ആവശ്യമുള്ളതും നമ്മൾ എടുക്കുകയും ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ, പൊല്യൂട്ടഡ് ആയ ഒരുപാട് സംഭവങ്ങൾ. ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ടെലിവിഷൻ സൃഷ്ടിച്ചുവിടുന്ന കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്, ഈ ടെലിവിഷൻ ചാനലുകളെ സൃഷ്ടിച്ചുവിട്ടുള്ള കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. ഇപ്പൊ കുട്ടിത്താരങ്ങൾ എത്രയുണ്ട്? ഈ കുട്ടിത്താരങ്ങൾ നമ്മൾ ഈ ടെലിവിഷൻ സൃഷ്ടിച്ചുവിട്ടേക്കുന്ന സെലിബ്രിറ്റീസ് ആണ് ഈ സമൂഹത്തിന്റെ ശാപമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു നമ്മുടെ യൂറോപ്യൻ കൾച്ചറിനെ ഒക്കെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരൊരു അനുകരണത്തിന്റെ പാതയിലാണ്. റിയൽ ആയിട്ടുള്ള ജീവിതമല്ല അവരുടെ. അവരെല്ലാം എന്താ പറയുക, പുറത്ത് കാണിക്കുക, പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഉദാഹരണത്തിന് അവർക്ക് എന്ത് തോന്നിയവാസവും അവർ കാണിക്കും. പക്ഷേ അവരെ ഏതെങ്കിലും തരത്തിൽ ഒരാൾ വിമർശിച്ചാൽ അവർ ഒരു സംഹാര താണ്ഡവമാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കൊക്കെ, ഞാൻ പറഞ്ഞത്, എല്ലാ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ ഇവരൊരു ടെലിവിഷനിൽ കയറി 2 ഡയലോഗ് പറഞ്ഞ് ആളായി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ വിചാരം ഇവരൊക്കെ എന്തോ ഈ കേരളം അങ്ങോട്ട് മലമറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന പോലെയുള്ള വരവാണ്. ഈ രാജ്യത്തിൽ നിന്ന് ഇവർ ഒരു സന്ദേശവും നൽകുന്നില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ എത്രയോ ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള, ഈ സലീം കുമാർ ഈ അടുത്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ കണ്ടുപിടിച്ചു, ഞങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് നിങ്ങൾ അതെല്ലാം വെച്ചിട്ട് ഹലോ ഗേയ്സ് ഹലോ ഗൂയിസ് എന്ന് പറഞ്ഞ് നടക്കുന്നുള്ളൂ. ഇതാണ് സത്യം. പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും പൊതുസമൂഹത്തിന് മുമ്പിലില്ല, പുതിയ തലമുറയ്ക്ക് മുമ്പിലില്ല. അവർ ഈ മൊബൈലും പിടിച്ചിരുന്നു കൊണ്ട് ഇവർ കാണിക്കുന്ന ഈ ടെലിവിഷൻ സെലിബ്രിറ്റീസ് കാണിക്കുന്ന കോപ്രായങ്ങൾ, അതല്ലെങ്കിൽ ഈ ടെലിവിഷൻ സത്യം പറഞ്ഞാൽ ഈ ഏഷ്യാനെറ്റൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പല ചാനലുകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ, അത് ശ്രീകണ്ഠൻ നായർ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു 10 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് പേയ്മെന്റ് എങ്ങനെയാണ് എന്നൊക്കെ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള പൊതുസമൂഹത്തിന് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. ഇവർക്ക് വലിയ ഫാൻ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ് സത്യം. വലിയൊരു ഫാൻ ഗ്രൂപ്പ് ഇവർക്കുണ്ട്.
അതായത് ഈ കുട്ടികളടങ്ങുന്ന വലിയൊരു ഫാൻ ഗ്രൂപ്പ് ഉണ്ട്. ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ നയിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഈ കുട്ടികളൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊന്നും അല്ലല്ലോ ജീവിതം. അപ്പോൾ പ്രേംകുമാർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പേ ഉള്ളൂ. തീർച്ചയായിട്ടും സെൻസർഷിപ്പ് ആവശ്യമാണ് സീരിയലുകളിൽ. പക്ഷെ അത് ഒരാളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എന്ത് തോന്നിയവാസവും ടെലിവിഷനിലൂടെ അവതരിപ്പിച്ചു വിടുന്നത് ശരിയല്ല. അതെനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ ഈ സൂര്യ TV പോലെയുള്ള ചാനലുകൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. സെൻസർഷിപ്പ് ഇല്ലെങ്കിലും തങ്ങൾ കാരണം റേറ്റിംഗ് ആണ് ഇതിൻ്റെ എല്ലാം പ്രധാനം എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിൽ തന്നെയും അവർക്ക് ഈ സമൂഹത്തോടുള്ള ഒരു കടപ്പാടുണ്ട്. ആ കടപ്പാട് വെച്ചിട്ട് സീരിയലിന്റെ കഥ എന്താണ്, ഈ കഥയിൽ സ്ഥിരം അവിഹിതമാണോ, സ്ഥിരം കണ്ണുനീരാണോ, സ്ഥിരം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണോ കാണിക്കുന്നത്, ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കുറച്ചും കൂടി എൻ്റെ യൗവന കാലത്തേക്ക് പോവാം. എൻ്റെ യൗവന കാലത്ത് ഇവിടെ നടന്ന ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു മാ പ്രസിദ്ധീകരണങ്ങളെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാ പ്രസിദ്ധീകരണങ്ങൾ മംഗള മനോരമ, മനോരാജ്യം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളെ അതിൽ വരുന്ന കന്യക അതിൽ വളരെ സീരിയസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇത് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI പോലുള്ള യുവജന സംഘടനകളൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? ഇതൊക്കെ ഒരു കാലത്തിനനുസരിച്ച് ഇല്ലാതാവുന്നേ. ഇപ്പം ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഒരു കാലത്ത് കേരളത്തിന്റെ വായനയെ ഏറ്റവും സമ്പുഷ്ടമാക്കിയിരുന്ന ഒരു പ്രസിദ്ധീകരണങ്ങളായിരുന്നു ഞാൻ ഈ പറഞ്ഞതൊക്കെ. അതൊന്നും ഒരു ആളുടെയും പ്രതിഷേധം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സെൻസർ ചെയ്തുകൊണ്ടോ ഒന്നും വന്നല്ല. നമ്മൾ ഈ പറയുന്നതിനേക്കാളൊക്കെ വലിയ രീതിയിൽ മംഗളത്തിലൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ വായിച്ചിരുന്ന നോവലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വായിക്കുമ്പോഴാണ് ഈ ഒത്തരത്തോളം അശ്ലീലങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. എന്നിട്ട് എന്താ സമൂഹം മൊത്തം നശിച്ചു പോയതാണ്. അത് വായിച്ചിട്ടാണോ നശിച്ചു പോയത്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പമ്മന്റെയും മുട്ടത്ത് വർക്കിന്റെ ഒക്കെ നോവൽ വായിച്ചിട്ട് എത്ര പേരാണ് ഇവിടെ നശിച്ചു പോയിട്ടുള്ളത്? ഒന്നുമില്ല. ഇത് നമുക്ക് തോന്നുകയാണ് ഇവിടെ ഇതെല്ലാം നശിച്ചു പോകും എന്നുള്ളത്. ഇതൊന്നും സംഭവിക്കില്ല. സാർ, മുട്ടത്ത് വർക്കിയുടെ നോവലും പമ്മന്റെ നോവലുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യുമ്പോൾ പാടില്ല. കാരണം മുട്ടത്ത് വർക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിന്റെ ജീവിതസ്പർശിയായിട്ടുള്ള ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് ഇത്തരത്തിലുള്ള കുറെ സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അന്ന് അധമ സാഹിത്യമായിട്ടൊക്കെ പണ്ടുണ്ടായിരുന്നത്. മുട്ടത്ത് വർക്കിയെ അക്കാലത്തുള്ള വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളൊക്കെ അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികളൊക്കെ വല്ല എതിർത്തിണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പൈങ്കിളി എന്നുള്ള പ്രയോഗം വന്നത്? പൈങ്കിളി എന്നുള്ള നോവൽ വന്നപ്പോഴാണ് പൈങ്കിളി നോവലുകൾ എന്നുള്ള പേരുകൾ തന്നെ വന്നത്. ശരിക്കും കേരളത്തിൽ ഒരുപാട് വലിയ ഇതൊക്കെ ഓരോ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, സീരിയലുകളെല്ലാം മാറും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പടച്ചു വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സമൂഹം തന്നെ അതിനെ തിരസ്കരിക്കും. അങ്ങനെ മാത്രമേ അത് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിയമം മൂലം ഒരു സാധനം ഇവിടെ ഇനി നിർത്തലാക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ സംഭവിക്കും. ഇപ്പോഴും സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ തന്നെ ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുരുഷൻ ഏതെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയുടെ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റേണ്ട കാലഘട്ടം കഴിയുന്നത്. കാരണം കേരളത്തിൽ മാത്രമേ ഈ ലേഡീസും ജെന്റ്സും ഉള്ളൂ. വേറെ ഒന്നും ഇല്ല. പക്ഷെ ഇതൊന്നും കേരളത്തിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ കലാലയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ ഇപ്പം പറയുന്നത്, ഈ പറയുന്ന പ്രേംകുമാർ ഇപ്പോൾ വലിയ പ്രേംകുമാർ നമുക്കറിയാം 3 വർഷം മുന്നേ പ്രേംകുമാറിനെ കുറിച്ചൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ടായിരുന്നില്ല. ഞാൻ സ്ഥിരമായി പ്രേംകുമാർ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു ആളിനെ സുപ്രഭാതത്തിൽ പിന്നെ കാണാതെ വന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജയറാമിന്റെ ഒരു ലൊക്കേഷൻ വെച്ചാണ് പിന്നീട് പ്രേംകുമാറിനെ കാണുന്നത്. അപ്പൊ ഞാൻ പ്രേംകുമാറിനോട് ചോദിക്കുന്നു, എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നു, ആ ആളുകൾ എന്നെ സിനിമയിൽ വിളിക്കാത്തതുകൊണ്ടാണെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ടൈപ്പായി പോവുകയും അദ്ദേഹത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതായി പോയപ്പോഴൊക്കെയാണ് അദ്ദേഹം ഇല്ലാതായത്. ഇപ്പൊ അയാൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആവുകയും രഞ്ജിത്തിനെ പറഞ്ഞു വിട്ടപ്പോൾ രഞ്ജിത്തിന് പകരക്കാരനായിട്ട് അദ്ദേഹത്തിന് പിന്നെ കുറച്ചും കൂടി പ്രൊമോഷൻ കിട്ടിയിട്ട് ആ ചെയർമാൻഷിപ്പിലേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ ദിവസങ്ങളിലുള്ള ഈ വലിയ പിന്നെ ചിത്രമേളയൊക്കെ ആയി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഈ ചില ആളുകൾ അതിനെ തലപ്പത്തിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ അത് പിന്നെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നത് കൊണ്ട് പറയുന്നതല്ലാതെ ഇവരൊന്നും ഒരിക്കലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു നീക്കം ഈ വിഷയത്തിൽ നടക്കില്ല. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് പകരം ഇതിന് കൃത്യത ഉണ്ടാക്കാം. അവർക്കൊരു ഫോമാറ്റ് ഉണ്ടാക്കാലോ, എന്നിട്ട് വേണമെങ്കിൽ ഇത് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ വെറുതെ മൈക്ക് കാണുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാവുന്നതിനൊക്കെ ഒരു പ്രസക്തിയില്ലാന്നാണ് ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്. ഏതെങ്കിലും അമ്മാവ എന്നുള്ള വിളി ഈ കേരളത്തിലെ മലയാളികൾ ആരും മറക്കാൻ സാധ്യതയില്ല. പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നവരും ഉണ്ടാവും, എതിർക്കുന്നവരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ നമ്മൾക്കുള്ള സ്വാതന്ത്ര്യത്തോട് ഒപ്പം തന്നെ ചില കടമകളുമുണ്ട്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം ആകരുത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.